നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണല് 10ാം റൗണ്ട് കഴിയാറായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പൻ വിജയം നേടുമെന്ന് നേരത്തെ പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒട്ടേറെ കുപ്രചരണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് അഴിച്ചുവിട്ടത്. ആ കുപ്രചരണങ്ങളെയും കള്ളപ്രചരണങ്ങളെയും എല്ലാം തന്നെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് യു ആർ പ്രദീപ് വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത വിധത്തിൽ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്കെതിരായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനത തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടുള്ള വിധിയെഴുത്തായി മാറും ഈ തെരഞ്ഞെടുപ്പ് എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാട്ടർലൂ ആവും എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ സംഭവിക്കുന്നത് വ്യത്യസ്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണമെന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിലെ വിജയം തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ജനകീയ അംഗീകാരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്നതിൻ്റെ സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യവും ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കുക. ഇത് കാണിക്കുന്നത് കേരളത്തിലെ ചരിത്രം 2021 തിരുത്തി എഴുതിയതാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വരിക, അത് മാറ്റിമറിച്ചുകൊണ്ട് 3 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും 2026 എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വല വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളെയും ഇനി കുറച്ചുകൂടി വോട്ടെണ്ണാണ്ട് അവരെ കൂടി ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമങ്ങളോടുള്ള നന്ദിയും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തണമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ച മാധ്യമങ്ങളുമുണ്ട്. കാരണം ഒരുപാട് തെറ്റായ പ്രചരണങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം അതിനെയെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നിപ്പോൾ നമ്മൾ കാണും. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 8.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മന്ത്രി തന്നെ ഇവിടെയുണ്ട്, നമ്മുടെ റവന്യൂ മന്ത്രി. 8.5 വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കാനുള്ള പ്രവർത്തനവും സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണിക്കെതിരായി പ്രവർത്തിക്കും അല്ലെങ്കിൽ വോട്ട് ചെയ്യും എന്നുള്ള പ്രചാരവേലയും ഈ സന്ദർഭത്തിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങളടക്കം തിരിച്ചറിയുകയാണ് തങ്ങൾക്ക് രക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളൂ എന്നുള്ളത് അവരും തിരിച്ചറിയും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഒരു മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. ഇവിടെ വികസന മുരടിപ്പിനെ കുറിച്ചാണ് അന്ന് ചർച്ച ചെയ്തിരുന്നത്. പ്രധാനമായിട്ട് ഇന്നലെയും അങ്ങനെ തന്നെയാണ് വികസന മുരടിപ്പിനെ. ഈ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ചേലക്കരയും ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം, 96-ന് ശേഷമാണ് ഈ ചേലക്കര മണ്ഡലത്തിൽ വികസന പ്രവർത്തനം എന്താണ് എന്ന് കണ്ടത്. എല്ലാ മേഖലയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇനിയെങ്കിലും ആ കാര്യം തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ കുറ്റപ്പെടുത്തിയ ആളുകൾ തയ്യാറാകേണ്ടത്. ഞാനൊരിക്കൽ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിഷ്പക്ഷമായിട്ട് ഒരു ടീം വരികയാണെങ്കിൽ, ഈ മാധ്യമപ്രവർത്തകരും അല്ലാത്തവരും കുറ്റം പറഞ്ഞവരെല്ലാം വരികയാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നടന്ന് എന്തെല്ലാം വികസന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോഴെങ്കിലും പറയാം, ഇനിയെങ്കിലും പറയണമല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ മുന്നണിക്കെതിരായി പ്രവർത്തിച്ച ആളുകൾ, പറഞ്ഞ ആളുകൾ, അവരെല്ലാം സത്യസന്ധമായിട്ട് ഇപ്പോൾ പറഞ്ഞു. ഞാൻ ഇവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല.
ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ നിഷ്പക്ഷമതിയായിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ചേലക്കരയിലെ പ്രബുദ്ധരായ ജനത തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. അതെ, അത് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. അൻവർ യുദ്ധസമാനമായിട്ടാണ് ഈ ചേലക്കര മണ്ഡലത്തിലേക്ക് വന്നത്. ചേലക്കര മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടി എന്തെല്ലാം പറയാൻ കഴിയുമോ അതെല്ലാം പറഞ്ഞു. സാധാരണഗതിയിൽ പറയുന്ന കാര്യമല്ലായിരുന്നു, നമ്മളെല്ലാം കേട്ടതാണ്. അതായത് യുദ്ധസമാനമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിലേക്ക് അൻവറും സംഘവും കടന്നു വന്നത്. എന്തെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾ നൽകിയത്, എന്തെല്ലാം കള്ളത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. ആ കള്ളപ്രചാര വേലയെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അത് ഒന്നില്ലെങ്കിൽ അത് പറയുന്നത് ശരിയല്ല, അതാണ്. അപ്പോൾ ആ രീതിയിലാണ് എങ്ങനെയൊക്കെ നമുക്ക് എതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ആദ്യഘട്ടം മുതൽ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചെറിയ സംഭവങ്ങളെ വലുതാക്കി കാണിച്ചുകൊണ്ട് വലിയ പ്രചാരവേലകൾ സംഘടിപ്പിച്ചാൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ജനങ്ങൾ മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ജനങ്ങൾക്കറിയാം, നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, അല്ലാതെ ദന്തഗോപുരത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇറങ്ങി വരുന്ന ഒരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെല്ലാം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ പ്രചാരവേലയെല്ലാം ജനങ്ങൾ തള്ളിക്കളയാൻ വേണ്ടി തയ്യാറാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥി 2,500 വോട്ടാണ് ഇതുവരെ പിടിച്ചിരിക്കുന്നത്. അത് യുഡിഎഫിൽ നിന്ന് പോയ വോട്ടുകളാണെന്നാണുള്ള കണക്കുകൾ മനസ്സിലാക്കേണ്ടി വരിക. കാരണം നമുക്കൊരു നഷ്ടമായിട്ടില്ലല്ലോ. യഥാർത്ഥ ഇടതുപക്ഷക്കാരുടെ വോട്ട് അൻവറിൻ്റെ പാർട്ടിക്ക് കൊടുക്കില്ലല്ലോ. കാരണം അൻവർ ആദ്യാവസാനം ഇടതുപക്ഷത്തെ മാത്രമാണ് ചീത്ത പറഞ്ഞത്. ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അൻവർ പ്രവർത്തിച്ചതെന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊന്നും അൻവറിന് പോകില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്.